ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകി ഇന്ന് ആദ്യം തന്നെ രേവതിയെ വിളിക്കുക കേട്ടോ. വിഷുവായിട്ട് രണ്ടുപേർക്കും ഇങ്ങോട്ട് വന്നൂടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ വേണുവേട്ടന് നല്ല തലവേദനയുണ്ട്, അല്ലെങ്കിലും അനുമോന് വിഷുവായിട്ട് നല്ല സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് കരുതിയതാണെന്ന് രേവതി പറയുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മോളെയും നിങ്ങളെയും സ്നേഹിക്കാത്തവൻ നിങ്ങളെന്തിനാ സമ്മാനങ്ങൾ കൊടുക്കുന്നതെന്ന് ജാനകി ചോദിക്കുക. നേരത്തെ ഒരു കാറൊക്കെ കൊണ്ട് കൊടുത്തല്ലോ, അതിൻ്റെ നന്ദിയെങ്കിലും അവൻ കാണിച്ചോ എന്ന് ജാനകി ചോദിക്കുമ്പോൾ നന്ദിയും കടപ്പാടൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ ഒരേ ഒരു മരുമകനാനി, അതിൻ്റെ ഒരു സ്നേഹം ഞങ്ങളോട് കാണിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് മോനോട് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സവൻ അറിയുന്നില്ലല്ലോ രേവതി എന്ന് ജാനകി. അപ്പോൾ അദ്ദേഹം മോളുടെ അച്ഛൻ എന്തോ സംസാരിക്കാനുണ്ട്, ഞാൻ കൊടുക്കാവേ എന്നും പറഞ്ഞ് രേവതി കൊടുക്കുമ്പം ആന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ ഹാപ്പി വിഷു, അപ്പോൾ സെയിം ടു യു എന്ന് ജാനകിയും. അല്ല മോളിപ്പോൾ ആ വീട്ടിലെ പുറമ്പോക്കായിട്ടാണല്ലോ കഴിയുന്നത്, അപ്പോൾ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ആരും പറഞ്ഞില്ല, എങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടെന്ന് വേണു പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ധാരണയൊന്നും വേണ്ട, എനിക്കും അജയേട്ടനും ഉള്ളതെല്ലാം എനിക്കും മോൾക്കും അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പോൾ എങ്കിലും അനന്തപുരി ട്രസ്റ്റിൽ എൻ്റെ മോൾ അംഗമല്ലല്ലോ, അത് പുതിയ മരുമക്കളെ ആരെയും അംഗങ്ങളാക്കിയിട്ടില്ല എന്നും അതിനെപ്പറ്റി വേണമെങ്കിൽ സംസാരിക്കാമെന്നും പറഞ്ഞു ജാനകി. ഞങ്ങൾക്കിപ്പോൾ മോൾ അംഗമായിട്ട് വലിയ നേട്ടം ഉണ്ടാക്കണമെന്നുള്ള ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല ജാനകി, പക്ഷേ ട്രസ്റ്റിൽ മോളും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആശ്വസിക്കാം, മോൾ ആ കുടുംബത്തിലെ ഒരംഗമാണ് എന്നുള്ള കാര്യമെന്നൊക്കെ വേണു. അല്ലാതെ ഒന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെയാണ് അനിയുടെ ഇപ്പോഴത്തെ പോക്കേ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, അതൊക്കെ നമുക്ക് സംസാരിക്കാൻ വേണുവേട്ടാ. വിഷുവായിട്ട് രണ്ടുപേരും ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ പിന്നെ ഇറങ്ങാനേ പറ്റത്തില്ല. അതെന്താ? അല്ല, അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, ബാത്റൂമിലായിരിക്കും ഏത് നേരവും, അതാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെന്ത് പറഞ്ഞു, ആ ഒരു പേടി എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടെന്ന് പറയുമ്പം ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഉറപ്പ് ഞങ്ങൾക്കും കൂടെ കിട്ടട്ടെ, എന്നിട്ട് വരാമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ പറയാൻ പോയത്? അല്ല, ആ ഒരു ട്രസ്റ്റിൽ നമ്മുടെ മോളെ പങ്കെടുപ്പിച്ച് കഴിഞ്ഞാൽ മറ്റവളുമാർ രണ്ടുപേരും കൂടെ അതിനകത്തേക്ക് അംഗം ആവില്ലേ എന്ന് ചോദിച്ചു. അവളുമാർ ഇതിനകത്ത് അംഗമല്ലെന്നാണ് പറയുന്നത്. അവളുമാരെ പോലെ ഒന്നും അല്ലല്ലോ നമ്മുടെ മോൾ അങ്ങോട്ടേക്ക് കയറി ചെന്നത്. പിന്നെ എന്താ കുഴപ്പം? ആ വീടിനകത്തൊരു കുഴപ്പം ഉണ്ടാക്കണമെങ്കിൽ ആണുങ്ങളെ ആരെയെങ്കിലും കയ്യിലെടുക്കണം. അതിനാകെ നമുക്കൊപ്പം നിൽക്കുന്നത് ആ അഭി മാത്രമല്ലേ. അവരിപ്പോൾ ഭാര്യ വീട്ടിൽ പോകുന്നു എന്നാണ് അനാമിക മോള് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ അവനെ കയ്യിലെടുത്തിട്ട് എന്താ രേവതി കാര്യം? അവൻ ആ കുടുംബത്തിലെ അംഗം പോലും അല്ലല്ലോ. എങ്കിലും അവനൊരു കൊച്ചുമോൻ്റെ സ്ഥാനമാണ് ആ കിളവനും കിളവിയും കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റേതായ ഒരു ഇത് കാണില്ലേ എന്ന് ചോദിച്ചു. ജയനും അജയനും ഒക്കെ സ്വത്തുക്കളുടെ പേരിൽ ഒരു തർക്കം അവിടെ ഉണ്ടാക്കിയാലേ നമുക്ക് അവർക്കിടയിൽ ഒരു അലമ്പുണ്ടാക്കാനായിട്ട് പറ്റുമെന്ന് വേണു പറഞ്ഞു കൊടുക്കുക. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കണമെങ്കിലേ കലക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ എന്നൊക്കെ ഭർത്താവ് ഭാര്യയോട് പറയണം. അതങ്ങ് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കലയ്ക്ക് മറിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും പറയും. അപ്പോൾ വിഷുവിന് പോയ നയന തിരിച്ചു വരുന്നതിന് മുൻപ് നമ്മുടെ മോളും ജാനകിയൊക്കെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമെന്ന കാര്യം രേവതി ഭർത്താവുമായിട്ട് ചർച്ച ചെയ്യുക. അനി ആദർശനും നയനയ്ക്കും ഒപ്പം നിൽക്കുന്നത് കൊണ്ട് അനിയേക്കാളും ജാനകിക്ക് ഇഷ്ടം നമ്മുടെ മോളെയാണ്. അതാണ് അവൾ മുതലാക്കേണ്ടതെന്നൊക്കെ പറയണം. എന്തായാലും വിഷുവായിട്ട് ജാനകി വിളിച്ചതല്ലേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? അപ്പം നീ വേണമെങ്കിൽ പോയിക്കോ, ആ ഒരു കാര്യത്തിന് മാത്രം ഞാനില്ല, എന്നെ കിട്ടില്ല. അവിടെ ഇപ്പം നയനി നവിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഫുഡിൽ ആരും ഒന്നും കലർത്തില്ല. അപ്പോൾ എനിക്ക് വിശ്വാസമില്ല എൻ്റെ രേവതി, അവിടുത്തെ ഫുഡിന് പോലും നമ്മളെ ഇഷ്ടമില്ലെന്നാണ് തോന്നുന്നത്. അതാ ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഇവിടെ നിൽക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. വിഷുവായിട്ട് വയറ് കേടായ പിന്നെ ഈ വർഷം മൊത്തം പോക്കാ, ഞാൻ പറഞ്ഞേക്കാം. ഒന്നാമത് നിൻ്റെ മുഖമാണ് കണി കണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞ് അവിടുന്ന് വീണ് പോയപ്പോൾ എൻ്റെ മുഖത്തിനെന്താ കുഴപ്പം എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നു നമ്മുടെ നയനെ അവിടെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുന്നു, അയൺ ചെയ്തു ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് വന്നു. കുർത്ത ഇനി എടുക്കണ്ട, കുർത്ത എടുത്താൽ നിൻ്റെ അയണിങ് ഒന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞ് നയനി ഇങ്ങനെ ഡ്രസ്സ് അയൺ ചെയ്യുകയാണെങ്കിൽ പോലും നന്ദുവിൻ്റെ മൂഡ് ഇവിടെയൊന്നും അല്ല. അപ്പോൾ നന്ദുവിൻ്റെ ഈ ഒരു ബട്ടുമാതിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അനിയുടെ ഫോണിൽ നിന്നൊരു മെസ്സേജ് വന്നതിന് ശേഷം നിൻ്റെ മനസ്സൊന്നും ഇവിടെ അല്ല, നിൻ്റെ സ്വഭാവം ആകെ മാറി. മുമ്പ് നല്ല ബോൾഡായിരുന്നു നീ, ഇനി ഒരു SI ആകാൻ പോവുക, അതുകൊണ്ട് കുറച്ചുകൂടി ബോൾഡ് ആവണം നീ എന്ന് പറയുമ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെന്ന് പറയുന്ന അവിയം വന്നു. മോളെ നോക്കുക, ആ പലിശക്കാരൻ ഒരുത്തനുണ്ടല്ലോ, അച്ഛനോടും അമ്മയോടും അപമര്യാദയായിട്ട് പെരുമാറിയ ഒരുത്തൻ, നീ SI ആയി കഴിഞ്ഞതിന് ശേഷം അവനൊന്ന് ഇടിച്ച് പഞ്ചറാക്കണമെന്നൊക്കെ നവ്യ പറഞ്ഞു കൊടുക്കുക. അതുപോലെ വേറൊരാൾക്കിട്ട് 2 തല്ല് കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പം അത് ആർക്കാ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പം വേറെ ആർക്കാ? അഭിയുടെ അമ്മയ്ക്ക് തന്നെയാണെന്ന് നയന. കറക്റ്റാ അത് നീ പറഞ്ഞത്, അവർക്ക് 2 കിട്ടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മോളെ.
എന്ന് പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ 3 പേരും ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് എന്നെക്കാളും ബോൾഡായിരുന്നല്ലോ നയനേച്ചി. ആ ആളിപ്പോൾ ഒരുപാട് ചുരുങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നതെന്ന് നന്ദു പറഞ്ഞു. ചേച്ചിക്ക് ആ പഴയ തൻ്റെ ഇടമൊക്കെ ഒന്ന് വീണ്ടെടുത്തൂടെ എന്ന് ചോദിക്കുമ്പം എൻ്റെ തൻ്റെ ഇടത്തിന് യാതൊരു കുറവുമില്ല എന്ന് പറഞ്ഞു അന്നേരം നയന. അതൊന്നുമല്ല, ശരിക്കും നമുക്ക് മുന്നേ ആ തറവാട്ടിൽ വന്ന ആദർശേട്ടൻ്റെ അമ്മ ആ തറവാട് ഭരിച്ചുകൊണ്ടിരുന്നതെന്നും പിന്നെ ഇന്നിപ്പോൾ ചെങ്കോലും കിരീടവും ഒക്കെ നിനക്ക് തന്നു കഴിഞ്ഞെന്നും പിന്നെ ഇനിയിപ്പോൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആദർശേട്ടൻ്റെയും ഒന്നും കാര്യം അത് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ആ വീട്ടിൽ ഏറ്റവും അധികാരം കൂടുതലും നിനക്ക് തന്നെയാണ്. പക്ഷെ നീ എന്താ ഒതുങ്ങിക്കൂടി ഇങ്ങനെ നിൽക്കുന്നേ? അത് നീ മൂത്ത മരുമകളായതുകൊണ്ട് മാത്രമല്ല കേട്ടോ, നീ മൂർത്തീസ് ജ്വല്ലറിയെ ഒരുപാട് ഉയരത്തിലെത്തിക്കുകയും ചെയ്തതിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കാം. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ ചൂളി പോകുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ നേരത്തെ ജീവിക്കാനുള്ള നെട്ടോട്ടം ആയിരുന്നില്ലേ ചേച്ചി? അതിനിടയിൽ ആരെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്താൽ ആ നിമിഷം ഞാൻ പ്രതികരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നും അല്ലല്ലോ ചേച്ചി അവസ്ഥ. ആ വീട്ടിലെ ഒരു അംഗമായ സ്ഥിതിക്ക് അവിടുത്തെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കണ്ടേ? അതാ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശൻ്റെ അച്ഛനും അമ്മയ്ക്കും താല്പര്യമില്ലാത്ത വിഷയങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ നയന പറയാം. അപ്പം അതൊക്കെ ആയിക്കോട്ടെ ചേച്ചി, പക്ഷെ അനാമികയുടെ മുന്നിൽ ചേച്ചി താഴ്ന്നു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു നന്ദു. അവളുടെ മുന്നിൽ മാത്രമല്ല, അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ, അതുപോലെ തന്നെ എൻ്റെ അമ്മായിമ്മയുടെയും അനിയുടെയും അമ്മയുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു നവ്യ. അപ്പം ഞാനങ്ങനെ നിൽക്കാറില്ലല്ലോ എന്ന് അതിനെ പറയുമ്പം നിൽക്കാറില്ല എങ്കിലും പറയേണ്ട സമയത്ത് പലതും പറയാതെ നീ ഒഴിഞ്ഞു മാറി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ അച്ഛനും അമ്മയും അപമാനിച്ച് അനാമിക സംസാരിച്ചപ്പോൾ അവരുടെ കരണത്തടിച്ചാണ് ഞാൻ അവൾക്ക് മറുപടി കൊടുത്തത്. അതിനപ്പുറം ഇനി ഞാൻ എന്ത് ചെയ്യാനാണെന്ന് അന്നേരം ചോദിച്ചു കേട്ടോ. പിന്നെ അനിയും അനാമികയും വേർപിരിയരുതെന്ന് തന്നെയാണ് ആ വീട്ടിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യം വീണ്ടും നന്ദുവിൻ്റെ മുന്നിൽ പറഞ്ഞു നയന. അങ്ങനെയുള്ളപ്പോൾ അവളെ കൂടുതൽ ചൊടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ എത്ര വലിയവരായാലും ശരി, ഇപ്പോഴും തെളിയിക്കപ്പെടാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടെന്ന കാര്യം നന്ദു ഇവരെ ഓർമ്മപ്പെടുത്തുക. ആ സ്വർണ്ണമാല പോയ കാര്യത്തെപ്പറ്റി കേട്ടോ ചേച്ചി ഞാൻ പറഞ്ഞത്. അത് നമ്മൾ അന്വേഷിക്കണം. അത് നമ്മുടെ അച്ഛനും അമ്മയും മോഷ്ടിച്ചെന്ന് ഇപ്പോഴും അനാമികയും അവളുടെ വീട്ടുകാരും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നും കാക്കി ദേഹത്ത് കയറിക്കഴിഞ്ഞാൽ അത് അന്വേഷിക്കാനൊരു അവസരം വന്നാൽ ആ മാലയുടെ കാര്യത്തിൽ എന്തായാലും ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും, അത് ഉറപ്പാണെന്ന് നന്ദു തറപ്പിച്ചാണ് ഇവരോട് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പോൾ പിന്നെ എൻ്റെ ജോലി കളയാൻ വേണ്ടി എന്നെ കള്ളക്കേസിൽ കുടിക്കിയതിൻ്റെ പേരിൽ ഇനി അവളെയും അവളുടെ വീട്ടുകാരെയും അകത്തിട്ട് തള്ളേണ്ട കാര്യമൊന്നും എനിക്കില്ല. അങ്ങനെ ഒരു തെറ്റ് ചെയ്തതിന് ആ വീട്ടിൽ കയറി ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി അവളുടെ അച്ഛനെയും അമ്മയെയും എടുത്തിട്ട് തല്ലിയതെന്നൊക്കെ നന്ദു പറഞ്ഞു. ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നെ പോകേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു. പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യാം, എനിക്ക് പോസ്റ്റിംഗ് ആകുമ്പോൾ ഇവിടുത്തെ സ്റ്റേഷനിൽ ഇരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരാൻ പറ ആദർശേട്ടൻ്റെ മുത്തശ്ശനോട്. അങ്ങനെയെങ്കിൽ കൊടുക്കേണ്ടവർക്കൊക്കെ ഞാൻ കൊടുത്തോളാമെന്ന് നമ്മുടെ നന്ദു പറയാം. അപ്പോൾ ചേച്ചിമാർക്ക് സന്തോഷമായി. രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ അവർ ഇരുന്ന് ഫുഡ് കഴിക്കുക. ഗോവിന്ദേട്ടനും നന്ദുവും ദേവേനയും നയനയും കനകവും എല്ലാവരും കൂടെ ചേർന്നിരുന്നു. അപ്പോൾ അവർ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് ഇത്തിരി ചോറ് വാരി കൊടുക്കട്ടെ, ഇനി പോയി എത്ര ദിവസം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞു വന്നേന്ന് പറഞ്ഞുകൊണ്ട് കനക നന്ദുവിന് ചോറ് വാരി കൊടുക്കുക. പിന്നെ അച്ഛൻ വാരി കൊടുക്കുന്നു, പിന്നെ ചേച്ചിമാർ വാരി കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും നമ്മുടെ നന്ദുവിന് ചോറ് വാരി കൊടുത്തു. അപ്പോൾ നന്ദു എഴുന്നേറ്റ് പോകാൻ നോക്കിയപ്പോൾ ഇത്ര പെട്ടെന്ന് നീ പോവാണോ എന്ന് ചോദിച്ചു. മതിയാക്കിയോ എന്ന് ചോദിച്ചു. അച്ഛനും അമ്മയും വാരി തന്നപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞെന്ന് പറഞ്ഞു നന്ദു. നന്ദുട്ടാ നീ പോലീസ് ട്രെയിനിങ്ങിനാണ് പോകുന്നത്, അപ്പോഴേ നല്ല സ്റ്റാമിന വേണം, അതിന് ആഹാരം നന്നായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്ന ആൾ മോള് തന്നെയല്ലേ ഇന്ന് ഗോവിന്ദേട്ടൻ അന്നേരം. ഇന്ന് പക്ഷേ എന്തോ ആഹാരം എനിക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല അന്ന് നന്ദു ഇവരോട് പറയൂ കേട്ടോ. അപ്പോൾ നീ കഴിച്ചില്ലെങ്കിൽ ഇവിടെ ആരും ഇനിയിപ്പോൾ കഴിക്കുന്നില്ല കേട്ടോ നന്ദു, നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്. അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിലാണ് ഇവിടെ ഇരിക്കുന്നത്, അത് നിനക്കറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കനകം ഇരുന്നിങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ ഇത് നമ്മുടെ നയന നന്ദുവിനെ കാണിച്ചു കൊടുത്തു. എന്നാൽ പിന്നെ ഞാൻ കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം നന്ദു കഴിക്കപ്പോഴാണ് കനകത്തിനൊന്ന് സമാധാനമായത്. പിന്നെ കരഞ്ഞുകൊണ്ടാണെങ്കിൽ ഇരുന്ന് ഓരോ പറ്റ് വാരി കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അച്ഛനെ പറ്റി, അതായത് അച്ഛൻ്റെ ഈ ഒരു ജോലിയെ പറ്റിയൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചു. അപ്പോൾ നന്ദൂട്ടനാണെങ്കിൽ അച്ഛൻ്റെ ഈ ഒരു വിഷമത്തെ പറ്റിയും കാര്യങ്ങളും അതുപോലെ തന്നെ കടം കൊടുക്കാനുള്ള അതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുക. അപ്പോൾ നന്ദു അത് പറയുമ്പോൾ നീ എന്തിനാ അതൊക്കെ ഇപ്പോൾ കൊടുക്കാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഷമിക്കുന്നത്, അതൊക്കെ ഞാൻ ഏറ്റ കാര്യങ്ങളല്ലേ എന്ന് എന്നെ ചോദിച്ചു. ഇപ്പം എൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, തലച്ചോറും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം പണിയൊക്കെ എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെന്ന് അച്ഛൻ അന്നേരം ഇവരോട് ഇരുന്ന് പറയാം.
ഇവർ രണ്ടുപേരും പൈസക്കാരാ, എനിക്ക് പൈസ ഒന്നും തന്ന് സഹായിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് നവ്യ പറയുമ്പോൾ, നീ സഹായിക്കൊന്നും വേണ്ട, നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് നിന്നെ പോലെ ആരോഗ്യമുള്ളൊരു പേരക്കുട്ടിയെ ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ. അതെ അതെ എന്ന് കനകവും പറഞ്ഞു. നവ്യേച്ചിയുടെ പ്രസവ സമയത്ത് ഞാനിവിടെ കാണില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം പോലെയാണെന്ന് പറഞ്ഞു നന്ദു. അപ്പോൾ അതോർത്ത് നീ വിഷമിക്കേണ്ട, ഇപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യാമല്ലോ, അതുകൊണ്ട് പ്രസവം കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞിനെ നിനക്ക് കാണാമല്ലോ, ലൈവായിട്ട് കാണാമല്ലോ എന്ന് നവ്യ പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇന്ന് ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട് ഒരു ഡിന്നർ തരാനായിട്ടെന്ന് നന്ദു പറഞ്ഞു. അത് കേട്ടപ്പം വേണ്ട അതൊന്നും വേണ്ട, ഡിന്നറൊക്കെ ഇവിടെ മതി എന്ന് കനകം പറഞ്ഞു. നന്ദൂട്ടാ ദേ ഇനി കുറച്ച് മണിക്കൂറേ നമ്മുടെ കൂടെ ഉള്ളൂ, അത് കൂട്ടുകാരോടൊപ്പം ചെലവഴിച്ച് നശിപ്പിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് കനകം പറഞ്ഞു. അല്ല അനിയൻ കാണുമല്ലോ അല്ലേ എന്ന് നമ്മുടെ നയന നന്ദുവിനോട് ചോദിച്ചു. കഴിഞ്ഞ ദിവസവും അത് സംഭവിച്ചായിരുന്നല്ലോ. അയ്യോ അനിയൊന്നും ഇല്ലേ ചേച്ചി എന്ന് നന്ദു പറയുമ്പോൾ, ഇക്കാര്യത്തിലേ നിന്നെ ഞങ്ങൾക്ക് തീരെ വിശ്വാസം ഇല്ല മോളെ, നീ പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കില്ല, കാരണം നീ നേരല്ല പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നന്ദുവിനെ വീണ്ടും പറഞ്ഞു. നന്ദുവിന് അത് ഭയങ്കര ധർമ്മസങ്കടമായി. നന്ദു എന്നിട്ട് അവിടെ നിന്ന് വിഷമിച്ച് എഴുന്നേറ്റ് പോവാം. എന്നിട്ട് അപ്പുറം മാറി നിന്ന് ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നിന്ന് ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഫോൺ അവിടെ വെച്ചു ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ അച്ഛനും അമ്മയും കൊണ്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവർ രണ്ടുപേരും കൂടെ അടുത്തേക്ക് ചെന്നിട്ട് മോക്ക് കൈ നിറയെ സാധനങ്ങളൊക്കെ കൊടുക്കുക. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നന്ദു ഞെട്ടിപ്പോയി. ഇതത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല, എങ്കിലും എൻ്റെ നന്ദൂട്ടനായതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേടി കേട്ടോ എന്ന് പറഞ്ഞു. അത് അനിയുടെ കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോഴാണ് പറയുന്നത്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വഭാവത്തിൽ മാറ്റം വരുന്നവരാണ് മോളെ പലരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും വ്യക്തമായി നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പലരോടും വിധേയത്വമൊക്കെ നമുക്ക് കാണിക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പ് കൊണ്ട് നീതി നടപ്പാക്കാൻ ഇറങ്ങിയ പല ചെറുപ്പക്കാർക്കും തിരിച്ചടി കിട്ടിയിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, അതുകൊണ്ട് നയത്തിൽ വേണം മോള് കാര്യങ്ങളൊക്കെ ചെയ്യാനെന്നും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണല്ലോ ഇപ്പോൾ ഏത് നിമിഷവും നിങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നന്ദു അന്നേരം ചോദിച്ചു. അത് പിന്നെ അനിയും മോളും തമ്മിൽ ഇപ്പോഴും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. മോള് പോലീസ് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനൊരു മാറ്റവും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതുകൊണ്ടാണ് മോള് പോയിക്കോട്ടെ എന്ന് ഞങ്ങൾ കരുതുന്നത് എന്ന് കനക അന്നേരം ഉള്ള കാര്യം പറഞ്ഞു. നയനെ ഇപ്പോൾ ആദർശിൻ്റെ അമ്മ നന്നായി സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ അഭിനവിയെയും സ്നേഹിക്കുന്നുണ്ട്. ആദർശിൻ്റെ അമ്മയ്ക്ക് മോള് വാക്ക് കൊടുത്തതാ, ഇനി അനിയുമായിട്ട് അതിരുവിട്ട ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്ന്. ആ വാക്ക് പാലിക്കണം. ഞങ്ങൾക്കും മോള് വാക്ക് തന്നു കഴിഞ്ഞു, അതൊരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പം മോള് SI ആയി കഴിഞ്ഞാൽ നല്ലൊരു ബന്ധം ഞങ്ങൾ മോൾക്ക് വേണ്ടി കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, വിവാഹത്തെ പറ്റിയൊന്നും ഞാൻ ഇനി ചിന്തിക്കുന്നേ ഇല്ലമ്മയെന്ന് നന്ദൂട്ടൻ അന്നേരം ഇവരോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അച്ഛനും അമ്മയും. അല്ലെങ്കിൽ തന്നെ എൻ്റെ പ്രൊഫഷനും കുടുംബവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ പ്രയാസമായിരിക്കും, പിന്നെ അനിയുമായിട്ട് അകന്നു നിൽക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ മാത്രം മോളെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ഗോവിന്ദേട്ടൻ അന്നേരം പറഞ്ഞു. അനി അനാമികയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതാ മോളെ ഞങ്ങൾക്കുള്ള പേടി എന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ തൻ്റെ ധർമ്മസങ്കടം മോളെ അറിയിച്ചു. പിന്നെ നാളെ മോൾ എന്തായാലും പോവല്ലേ, അതുകൊണ്ട് ഇനി കൂടുതലൊന്നും ഞങ്ങളാരും പറയുന്നില്ല എന്നും പറഞ്ഞ് അവർ റൂമിൽ നിന്ന് അങ്ങ് പോയി. നന്ദു അന്നേരവും സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുക. കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കനകം പോകുന്നത്. നന്ദു എന്നിട്ട് ഇവർ മേടിച്ച ആ ഒരു ഡ്രസ്സിൻ്റെ ഭംഗിയും കാര്യങ്ങളും ഇതൊക്കെ നോക്കുക കേട്ടോ, എല്ലാം മനോഹരമാക്കി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നയന ആദർശിനെ വിളിക്കുക, പക്ഷേ ആദർശ് നയനയുടെ കോൾ എടുക്കുന്നില്ല. ആദർശന് ഇതെന്താ പറ്റിയേ എന്ന് പറഞ്ഞുകൊണ്ട് നയന വീണ്ടും ഫോൺ എടുത്ത് വിളിക്കുക. ആദർശിൻ്റെ തൊട്ടടുത്തിരുന്ന് റിങ് ചെയ്തിട്ടും ആദർശ് നയനയുടെ കോള് അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്ത് അവിടെ വെച്ചു. നയനയ്ക്ക് അന്നേരവും പെട്ടെന്ന് വല്ലാത്തൊരിത്. അപ്പോൾ അതേ ആദർശനെ വിളിച്ചതും നയനയ്ക്ക് വമ്പൻ തിരിച്ചടി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആ ഒരു തിരിച്ചടി. അപ്പോൾ എന്തിനിങ്ങനെ കട്ട് ചെയ്യുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാന്നും പറഞ്ഞുകൊണ്ട് നയന വീണ്ടും എടുത്ത് വിളിക്കുന്നു. ആദർശ് അന്നേരവും ഫോൺ എടുത്ത് നോക്കുക എടുക്കണോ വേണ്ടയോ എന്ന്. പിന്നെയും കട്ട് ചെയ്ത് മാറ്റി വെച്ചു. കോൾ എടുക്കുന്നേ ഇല്ല. നയനയ്ക്ക് ആകെ ധർമ്മസങ്കടമായി. ദൈവമേ, അതിനും മറുപടി തരുന്നില്ലല്ലോ. മെസ്സേജ് അയച്ചു നോക്കി, അതിനും മറുപടി കൊടുത്തില്ല. പക്ഷേ അമ്മയൊന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വേഗം തന്നെ ദേവയാനിയെ വിളിച്ചു. ദേവയാനിയെ വിളിച്ചിട്ട് അമ്മയോട് കാര്യം പറയാം. അപ്പോൾ ആദർശന് എന്തോ വിഷമമുണ്ട് മോളെ, എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. നാളെ നന്ദു പോകുക, അങ്ങനെയുള്ളപ്പോൾ ഉറപ്പായിട്ടും ആദർശേട്ടൻ ഇങ്ങോട്ട് വരേണ്ടതല്ലേ, ഇവിടെ വന്നിട്ട് പോലും ഇല്ല എന്നൊക്കെ നയന ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല മോളെ എന്ന് ദേവയാനി പറഞ്ഞു. എനിക്കാണെങ്കിൽ അതേപ്പറ്റി ചോദിക്കാനും പറ്റില്ലല്ലോ എന്ന് ദേവയാനി നയനയോട് പറയൂ കേട്ടോ.
എന്തായാലും മോള് വിഷമിക്കാതെ ഞാൻ എങ്ങനെയെങ്കിലും വിവരം അറിയാനായിട്ട് ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഉറപ്പ് കൊടുത്തു. നന്ദു നാളെ പോവുമല്ലേ, അതുകൊണ്ട് ആദർശിനെ പറ്റി ചിന്തിക്കാതെ അവളെ എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷിപ്പിച്ച് യാത്രയാക്കാൻ നോക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഫോണും കട്ട് ചെയ്തു. നയനയ്ക്ക് ആകെ വിഷമമായി. ആദർശിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചടികളിലേ കിട്ടിക്കൊണ്ടിരിക്കുന്നേ. പിന്നെ ദേവയാനി നൈസായിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ആദർശിനെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അമ്മ എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ, ആദ്യമായിട്ടാണോ കാണുന്നേ എന്ന് ആദർശ് അമ്മയോട് ചോദിച്ചു. അല്ല നിനക്കെന്ത് ഈയിടെയായിട്ട് പറ്റിയതെന്ന് ദേവയാനി ചോദിച്ചു. എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ തന്നെയാണെന്ന് പറയും. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന് നീ അവളോട് പറഞ്ഞേക്കണമെന്ന് നമ്മുടെ ദേവയാനി പറഞ്ഞു. ആരോട്? നിൻ്റെ ഭാര്യയോട്. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ എൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. അവളെന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് ദേവയാനി ചോദിച്ചു. അങ്ങനെ വിളിക്കുമ്പം അമ്മയ്ക്ക് എടുക്കാതിരുന്നൂടെ, അല്ലെങ്കിൽ എന്നോടിപ്പോൾ പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് അവളോട് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു ആദർശ്. അത് പിന്നെ അവൾ വിളിച്ചപ്പോൾ ഞാൻ അറിയാതെ എടുത്തു പോയതാണെന്ന് ദേവയാനി. സത്യം പറഞ്ഞാൽ അവരുടെ നമ്പറൊന്നും ഞാൻ സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പേരൊന്നും വന്നില്ല എന്നും പറഞ്ഞു. മറ്റാരോ ആണെന്ന് വിചാരിച്ചാൽ ഞാൻ എടുത്തേ. ആദർശിനെ അറിയാമല്ലോ. അപ്പോഴാണെങ്കിൽ ഒരേ പരാതി പറച്ചിലും. ഏതായാലും ഞാൻ സംസാരിക്കേണ്ട രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എങ്കിലും നീയും അവളും തമ്മിൽ വലിയ ലോഹിത്തിലായിരുന്നല്ലോ. അല്ല ഇപ്പം എന്തു പറ്റിയെന്നാ എൻ്റെ സംശയം എന്ന് ദേവയാനി പറയുമ്പോൾ, അല്ല അമ്മ എന്തിനിപ്പോൾ അങ്ങനെയൊക്കെ കയറി സംശയിക്കാൻ നിൽക്കുന്നത്? അവൾക്ക് എന്ത് പറ്റിയാലും അവൾ എങ്ങനെ പോയാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് ആദർശ് അന്നേരം ദേവയാനിയോട് പറഞ്ഞു. ഇപ്പോൾ ദേവയാനിയുടെ ഭാവം മാറുന്നൊക്കെ ആദർശ് ഇങ്ങനെ നോക്കുക കേട്ടോ, അമ്മ എന്താ ഈ കാണിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേവേനയുടെ ഭാവമൊക്കെ മാറുന്ന ആദർശിന് കൃത്യമായി മനസ്സിലായി. അല്ല അതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. അവൾ വന്നില്ലെങ്കിൽ നിന്റെ മനസ്സമാധാനമല്ലേ പോകുന്നത്. ഇപ്പോഴേ എൻ്റെ മനസ്സമാധാനത്തിന് ഒരു കുഴപ്പമില്ല. അവളില്ലാന്ന് കരുതിയിട്ട് എൻ്റെ ഉറക്കവും നഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് അമ്മ എപ്പോഴും എല്ലാവരോടും പറയുന്നത് പോലെ ഇനി പറയരുതെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്നെ ഞാനായിട്ടൊന്നും പറയുന്നില്ലേ, ഈ വീടിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് ദേവയാനി പറയുമ്പോൾ അതെനിക്കും തോന്നുന്നുണ്ട്. ഈ വീടിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന്, അത് അമ്മയെയും ബാധിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശ് പറയുമ്പോൾ ദേവയാനി ഇങ്ങനെ ഉണ്ടക്കണ്ണം വെച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ